തന്നിൽ നായക, എന്നും നീ തന്നെ എന്നെ കാവൽ ചെയ്യുന്നവൻ. ദൈവത്തിൻ്റെ പരിശുദ്ധം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമായ നല്ല ദിവസത്തിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവിൻ്റെ നിസ്തുല സ്നേഹത്തിൽ പ്രഭാതജാനത്തേക്കായി സ്വാഗതം ചെയ്യുന്നു. ഇത് നമുക്ക് ധ്യാനിക്കേണ്ടത് വെളിപാട് പുസ്തകം 3-ാം അധ്യായം 7-ാമത്തെ വാക്യം. ഫിലദൽഫിയ സഭയുടെ ദൂതന് എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോലുമുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നു എന്ന വചനത്തെ ആസ്പദമാക്കിയാണ് ഇവിടെ താക്കോൽ സൂക്ഷിപ്പുകാരൻ. പ്രാചീന കാലഘട്ടത്തിൽ കുലീനത്വത്തിൻ്റെതായ മറ്റൊരു ഉദാത്തമായ ഉദാഹരണവും വിശ്വസ്തതയുടെ പാരമ്പര്യവുമായി പ്രതിപാദിക്കുന്നതാകുന്നു താക്കോൽ സൂക്ഷിപ്പുകാരൻ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇത് ലാറ്റിൻ പദത്തിൽ നിന്നാകുന്നു കൺസിയേജൻ എന്ന വാക്ക് എടുക്കപ്പെട്ടത്. എന്നാൽ അത് ഫ്രഞ്ച് പദത്തിൽ വരുമ്പോൾ മധ്യകാലഘട്ടത്തിൽ കുലീന വർഗത്തിനിടയിലുള്ളതായ വിശ്വസ്തനായിരിക്കുന്നതായ അല്ലെങ്കിൽ തങ്ങളുടേതായ കാര്യസ്ഥനായി അത് സൂചിപ്പിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. താക്കോൽ സൂക്ഷിക്കുന്നവനും വിശുദ്ധനുമായവൻ എന്ന വാക്കുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസ്തനായിട്ടും വിശുദ്ധനായും ആ തിരുവചനം പ്രകീർത്തിക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. യെശയ്യാപ്രവചനം 40-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ പറയപ്പെടുന്നു, ആകയാൽ നിങ്ങൾ എന്നെ ആരോട് സദൃശ്യമാക്കും, ഞാൻ ആരോട് തുല്യനാകും എന്ന് പരിശുദ്ധനായവൻ അരുളി ചെയ്യുന്നു. എന്നാൽ അത് ലൂക്കോസിൻ്റെ സുവിശേഷം പഠിക്കുമ്പോൾ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദേവപുത്രൻ എന്ന് വിളിക്കപ്പെടും എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ദാവീദിൻ്റെ താക്കോൽ എന്ന് പ്രതിപാദിക്കുമ്പോൾ തന്നെ ഓർത്തിരിക്കേണ്ടത്, ഈ താക്കോൽ സൂക്ഷിപ്പുകാരൻ ദാവീദിൻ്റെ കൊട്ടാരത്തിൽ താക്കോൽ സൂക്ഷിപ്പുകാരൻ എല്ലാ റൂമുകളുടെയും ഉത്തരവാദിത്വം അദ്ദേഹത്തിനുള്ളതാണ്. രാജസന്നിധിയിൽ വിശ്വസ്തനാണ്. രാജാവിൻ്റെ അടുക്കൽ വരുന്നതായ എല്ലാ വ്യക്തികൾക്കും ദാനധർമാദികൾ ചെയ്യുന്നതും വിശ്വസ്തയോടുകൂടെ കാര്യങ്ങൾ സൂക്ഷിക്കുകയും ക്രമപ്പെടുത്തുകയും നിജപ്പെടുത്തുകയും തിട്ടപ്പെടുത്തുകയും ചെയ്യുന്നതെല്ലാം ഈ താക്കോൽ സൂക്ഷിപ്പുകാരനാകുന്നു. ഇവിടെ കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിൻ്റെ താക്കോൽ സൂക്ഷിക്കുകയാണ്. തൻ്റെ മക്കൾ, തൻ്റെ ഭക്തർക്ക് ആവശ്യമായിരിക്കുന്നതായ എല്ലാ കാര്യാദികളെയും ഏതൊരുവിധ ലാഭേച്ഛയോ സ്വാർത്ഥതയോ ഇല്ലാതെ തക്ക സമയത്ത് നൽകി അവരെ മാനിക്കുന്നത് അനുഗ്രഹിക്കുന്നതായ ആ കർത്താവിനെ കുറിച്ചാകുന്നു ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആ ദാവീദിൻ്റെ ഭവനം മുഴുവനും കാത്തു സൂക്ഷിച്ചതായ ഒരു വ്യക്തി എല്യാക്കീം എന്ന് പറയപ്പെടുന്നതായ വ്യക്തിയെ പഴയ നിയമത്തിൽ അല്ലെങ്കിൽ യെശയ്യാപ്രവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിന് തുല്യമായി സ്വർഗരാജ്യത്തിൻ്റെ ആ സ്വർഗീയ ഭവനത്തിൽ താക്കോൽ സൂക്ഷിക്കുന്നത് കർത്താവായ യേശു ആകുന്നു. ആ കർത്താവിൻ്റെ നാമത്തിൽ എന്ത് യാചിച്ചാലും പിതാവായ ദൈവം തൻ്റെ ധനത്തിനൊത്ത വണ്ണം മഹത്വത്തോടുകൂടെ നിങ്ങൾക്ക് നൽകുന്നതായി കാണാം. പ്രിയ സഹോദരങ്ങളെ, ഏക രക്ഷാമാർഗം കർത്താവാകുന്നു. ആ കർത്താവിൻ്റെ കരങ്ങളിൽ നിങ്ങളെ സമർപ്പിക്കുക, കർത്താവിൽ വിശ്വസിക്കുക. കർത്താവ് എല്ലാ രക്ഷകളും ദാനമായി സൗജന്യമായി നിങ്ങൾക്ക് നൽകി നിത്യജീവനിലേക്ക് പ്രവേശിക്കേണ്ടതിന് ആ കവാടം നിങ്ങൾക്കായി തുറക്കുന്നതാണ്. അതിലേക്കായി നമുക്ക് വിശ്വസ്തയോടെ ആ കർത്താവിൻ്റെ സന്നിധിയിൽ ശരണപ്പെടാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച് വഴി നടത്തുമാറാകട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, അനുഗ്രഹമായ നല്ല ദിവസത്തിനായി നന്ദിയുടെ സ്തോത്രം, നൽകിയ വചനത്തിനായി സ്തോത്രം, പ്രത്യാശയുടെ വചനത്തിനായി സ്തോത്രം. കർത്താവേ, സ്വർഗത്തിൻ്റെതായ താക്കോലുകൾ അരുമരക്ഷകനായ കർത്താവിൻ്റെ കരങ്ങളായിരിക്കുമ്പോൾ അവിടുത്തെ മക്കൾക്ക് ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട ആവശ്യമില്ല. ദൈവമേ, ആ ഒരു പ്രത്യാശയോടെ നിത്യജീവനെ പ്രവേശിക്കുവാൻ അവിടുത്തെ മക്കൾ ആത്മാവിനെ ഒരുക്കുകയും ആ മാർഗം തെളിച്ച് നിത്യത്തിലേക്ക് പ്രവേശിക്കുവാൻ അവിടെ നിന്ന് കൃപ തോന്നുകയും ചെയ്യുമാറാകണം. യേശുവിൻ നാമത്തിൽ താഴ്മയെ വീക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ.